Watch India's largest kids library only on Jio Hotstar. Download the app now. വാവ്, നല്ല ഭംഗിയുള്ള പൂക്കൾ. അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനെ ഞാൻ എടുത്തോട്ടെ? ഒന്നും മിണ്ടാതിരിക്കാ ആദി. പൂക്കൾ ആരും അങ്ങനെ പറിക്കരുത്. ഈ ആദിയുടെ കാര്യം. വരൂ കൂട്ടുകാരെ, വേദാനഗരത്തിന്റെ മാർക്കറ്റിൽ എന്തോ കുഴപ്പം നടക്കുന്നുണ്ട്. ഇയാളുടെ ഒരുപാട് പഞ്ചസ് കണ്ടു കഴിഞ്ഞു. ഇനി ശരിക്കുള്ള ആക്ഷൻ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ല എങ്ങനെയുണ്ടെന്ന്? അല്ല ശിവ, പുറകോട്ട് തിരിഞ്ഞ് നോക്ക് വേഗം. പറ്റിയത്? നല്ല ദേഷ്യത്തിലായിരുന്നു മോൺസ്റ്റർ. പെട്ടെന്ന് വിഷമിച്ചല്ലോ. അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അയാളുടെ വസ്ത്രത്തിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അയാളുടെ ഡ്രസ്സിലുള്ള VBLന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ ഫുൾ ഫോം വേദാസ് ബയോടെക് ലാബ്. കുറച്ചു ദിവസം മുമ്പാണ് വേദാസ് ബയോടെക് ലാബിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ കത്തി നശിച്ചുപോയി. ഈ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടാതിരിക്കില്ല കൂട്ടുകാരെ. കേട്ടിട്ടുണ്ട്. രക്ഷിക്കണേ. രക്ഷിക്കണേ. രക്ഷിക്കൂ. എത്രയെന്ന് വെച്ചാ പേടിക്കാം, പിന്നെയും താഴെ വീഴും, പിന്നെ എണീറ്റ് പേടിക്കും. ശിവ, ഇത് കണ്ടോ? എനിക്കൊരു ടാബ് കിട്ടിയിട്ടുണ്ട്. ഇത് ആരുടേതായിരിക്കും? എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. വരൂ, ചെക്ക് ചെയ്യാം. കണക്ട് ചെയ്തത് നമുക്കൊന്ന് കാണാം ഇത് ആരുടേതാണെന്ന്.
ഇത് ഡോക്ടർ പ്രകാശിന്റെ ടാബ്ലറ്റ് ആണ്. അല്ല, ഇതെന്താ നടക്കുന്നേ? ഓടിക്കോ ഓടിക്കോ വേഗം ഓടിക്കോ, രക്ഷപ്പെട്ടോ, ഓടിക്കോ ഓടിക്കോ. പക്ഷെ ശിവ, നമ്മൾ എങ്ങനെയാ മോൺസ്റ്ററിനെ തടയുക? നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? മോൺസ്റ്റർ ആ കുട്ടിയെ കണ്ടതും പെട്ടെന്ന് അയാൾക്ക് ഒരു വിഷമം വന്നത്, പിന്നെ നല്ലോണം പേടിച്ചവിടുന്ന് അയാൾ ഓടുകയും ചെയ്തല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ആ മോൺസ്റ്ററിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും ഡോക്ടർ പ്രകാശിന്റെ എന്തോ ഒരു മനസ്ഥിതി ഒളിച്ചിരിപ്പുണ്ട്. അയാളുടെ ആ വിഷമത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകളും കണ്ടു കാണാം. അപ്പൊ അതിന്റെ അർത്ഥം ഡോക്ടർ പ്രകാശിന്റെ ഓർമ്മകൾ ആ മോൺസ്റ്ററിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ വീണ്ടും ഡോക്ടർ പ്രകാശായി മാറാൻ സാധ്യതയുണ്ട്. ശരിയാണ് രേവ. പിന്നെ ഞാനും ഡോക്ടർ പ്രകാശിന്റെ ഫാമിലിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി. അവർക്ക് നമ്മളെ സഹായിക്കാനാവും, കേട്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത് നേരാണോ? എവിടെയാണ് ഡോക്ടർ പ്രകാശ്? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അദ്ദേഹം ഇപ്പൊ ശരിയല്ല, പക്ഷെ നിങ്ങൾ സഹായിച്ചാൽ വീണ്ടും ഡോക്ടർ പ്രകാശ് ആവും. ദാ ഇത് കണ്ടോളൂ. കരയല്ലേ മോളെ, കരയല്ലേ. ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ചിലപ്പോ പുള്ളി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഡോക്ടർ പ്രകാശ്, താങ്കൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ താങ്കളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. ദാ ഇത് നോക്കൂ. എന്തായാലും ശരി, ശിവയുടെ കൂട്ടുകാരെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, ശരിയാക്കും ഞാൻ. ശിവ, രക്ഷിക്കൂ. പപ്പ, അങ്ങനെ ചെയ്യല്ലേ. സമാധാനിക്കൂ പ്രകാശ്, ഒന്ന് സമാധാനിക്കൂ. വിഷമിക്കണ്ട പ്രകാശ്, ഒന്ന് ശാന്തനാകൂ. പപ്പ, ശാന്തനാകൂ. ഇത്രയധികം ദേഷ്യപ്പെടല്ലേ. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ട് പ്രകാശ്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കില്ലേ. സമാധാനിക്കൂ പ്ലീസ് പ്രകാശ്, പ്ലീസ്. താങ്ക് യു ശിവ, താങ്ക് യു. നീ എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ഡോക്ടർ പ്രകാശ്, താങ്ക് യു എന്നോടല്ല, നിങ്ങളുടെ ഫാമിലിയോട് പറയേണ്ടത്. ഇവരാണ് ആ മോൺസ്റ്ററിൽ നിന്നും നിങ്ങളെ വീണ്ടും പഴയ മനുഷ്യനാക്കി മാറ്റിയത്. ഞാൻ വെറുതെ ഒന്ന് സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു സെൽഫി എടുത്താലോ? എല്ലാരും ചിരിക്കൂ.
Watch India's largest kids library only on Jio Hotstar. Download the app now.